മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി. മെയ് 12 കേസിൽ വിധി പറയും. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് കേസിന്റെ വിധി പറയാൻ മാറ്റാനുണ്ടായ കാരണം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് നന്ദൻകോട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിധി പറയുന്നത് ഈ മാസം 12 മാറ്റിയിരിക്കുകയാണ്. ഏതായാലും കോടതി തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻ കോടതിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിധി പ്രസ്താവന ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുന്ന സമയത്താണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ 3ാം തവണയും വിധി പ്രസ്താവന മാറ്റുന്നത്. അതായത് കഴിഞ്ഞ 6ാം തീയതി വിധി പറയാനായി മാറ്റിയിരുന്നു. നേരത്തെ വിധി പറയാൻ ഉദ്ദേശിച്ചിരുന്നപ്പോൾ തന്നെ മെയ് 6 വിധി പറയാനായിരുന്നു. അതിനുശേഷം മെയ് 8 മാറ്റുകയായിരുന്നു. ഇപ്പോൾ മെയ് 12 മാറ്റിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ നന്ദൻകോട് കൊലപാതകവുമായി ബന്ധപ്പെട്ട അച്ഛനെയും അമ്മയും സഹോദരിയെയും അതോടൊപ്പം ബന്ധുവിനെ ഉൾപ്പെടെ 4 പേരെയാണ് കേതൽ കൊന്ന് കത്തിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്ന് പരിശോധനയിൽ തന്നെ കേതൽ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. മാനസിക പ്രശ്നങ്ങളൊന്നും ഇയാൾക്ക് ഇല്ല എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ കോടതി നടപടി ആരംഭിച്ചത്. കോടതി വിചാരണ കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പ് അവസാനിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പറയാനൊരു തീരുമാനം. അത് ഉടനെ 12ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആതുര നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി. മെയ് 12 കേസിൽ വിധി പറയും. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയായിരുന്നു ഇന്ന് വിധി പറയാൻ നിശ്ചയിച്ചിരുന്നത്. വീണ്ടും നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. മെയ് 12 കേസിൽ വിധി പറയുക.